നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഗാനം ആലപിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും തുടരുകയാണ്. ക്ഷേത്രത്തിന് പുറത്തു നടന്ന പരിപാടിയായിട്ടും ഈ സംഭവത്തിൽ മതവിദ്വേഷവും സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ശ്രമവുമായി ഹിന്ദു ഐക്യവേദി RSS നേതാക്കൾ രംഗത്ത് വന്നതോടെയാണ് വിവാദം ചൂടുപിടിച്ചത്. എന്നാൽ പരിപാടി സംഘടിപ്പിച്ച ക്ഷേത്ര സമിതി നന്ദഗോവിന്ദം ഭജൻസിന് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ട് താനും. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നതും ഈ വിദ്വേഷത്തിന് പിന്നിൽ ആരുടെ വിഷമനസ്സാണ് എന്നുള്ളത്. പ്രസാദ് ഉറുമ്പശ്ശേരി വിശകലനങ്ങളുമായി ചേരുന്നു. പ്രസാദ്, നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചു. അതിൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് പ്രശ്നമില്ല. അവർ അക്കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞ ദിവസമേ രംഗത്ത് വന്നിരുന്നു. ആ പരിപാടി കാണാനെത്തിയവർക്ക് ആർക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നെ ആർക്കാണ് ഇതിലെ പ്രശ്നം? ആരാണ് ഈ വിഷം പ്രചരിപ്പിക്കുന്നത്? ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. വളരെ ദുഃഖകരമാണ് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൽ ക്ഷേത്രോത്സവങ്ങളാണെങ്കിൽ പോലും പള്ളിപ്പെരുന്നാളുകളിൽ പോലും ഈ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അത്തരം പരിപാടികളിൽ അവിടെ നടക്കുന്ന കലാപരിപാടികളിൽ മറ്റു മതസ്ഥരുടെ ഭക്തിഗാനങ്ങളെല്ലാം പാടുന്നതൊക്കെ പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് അത് സംബന്ധിച്ച് അവിടെ ഒരു പാട്ട് പാടുമ്പോൾ ഒരു പുതുമയും തോന്നാത്തതിൻ്റെ ഒരു കാരണം എല്ലാവരും കയ്യടിയോടുകൂടി സ്വീകരിക്കുകയും ചെയ്തത്. അന്നും അങ്ങനെ തന്നെയാണ് നടന്നത്. ഏപ്രിൽ 16 കോട്ടയത്ത് വേബിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവരുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു കലാപരിപാടി, നന്ദഗോവിന്ദം ഭജൻസ് നടത്തുന്ന പരിപാടിയിൽ ആ പ്രദേശത്ത് അവരോടുകൂടി തന്നെ അനുമതിയോടുകൂടി പാടിയൊരു പാട്ട്, അതാണ് പിന്നീട് ശശികല ഉൾപ്പെടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ, RSSന്റെ ചില നേതാക്കൾ, TP സെൻകുമാറിനെ പോലെയുള്ള ആളുകൾ, അവരെല്ലാം തന്നെ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്ന് മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ അത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ടത് നന്ദഗോവിന്ദ ഭജൻസിന്റെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ക്ഷേത്ര സമിതിയുടെ ആണെങ്കിലും വിശദീകരണം എന്ന് പറയുന്നത്, ആ വിശദീകരണത്തിനാണ് ആളുകൾ കൈയടിക്കുന്നത്. മറ്റ് സംഭവങ്ങളിലൊന്നും തന്നെ ആർക്കും പിന്തുണ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം BJPയുടെ മുഴുവൻ നേതാക്കളോ അല്ലെങ്കിൽ RSSന്റെ മുഴുവൻ നേതാക്കളോ അതിനൊന്നും അനുകൂലിച്ച് രംഗത്ത് വരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ ഇത്തരം വിഷം പടർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും മതം കലർത്തുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അതിനെതിരെ വലിയ തോതിലുള്ള ജാഗ്രത വളർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി എല്ലാവരും പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ സംഭവം ഇപ്പോൾ ഇത് മാത്രമല്ല, മുമ്പും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ ഭാഗത്തു നിന്ന് എല്ലാ വിഷയങ്ങളിലും ഇത്തരത്തിൽ മതം കലർത്തുന്ന രീതിയിൽ, പാട്ടിലാണെങ്കിലും അതോടൊപ്പം തന്നെ ചടങ്ങുകളിലാണെങ്കിലും ഒക്കെ മതം കലർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. അത് ആളുകളെ ഭിന്നിപ്പിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ മതവിദ്വേഷം പടർത്തുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. ഏതായാലും ക്ഷേത്ര സമിതി പൂർണ്ണ പിന്തുണ നന്ദഗോവിന്ദം ഭജൻസ് നൽകിയിട്ടുണ്ട്. സേതു പറഞ്ഞതുപോലെ തന്നെ ആ നാട്ടുകാർ നൽകിയിട്ടുണ്ട്. ആളുകളും വലിയ തോതിലുള്ള പിന്തുണ തന്നെയാണ് നൽകിയത്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു വലിയ ജാഗ്രത വേണം എന്നുള്ളതാണ് ഇത്തരം ഇടപെടലുകളിൽ നിന്ന് കാണേണ്ടത്. ശരി പ്രസാദ്,